ഡോക്ടർ അനൂപ് കുമാർ, ഈ നിപ്പ ഇപ്പോൾ ചികിത്സയിലിരിക്കുന്ന നിപ്പ രോഗിയുടെ കാര്യത്തിൽ ചികിത്സയ്ക്ക് വേണ്ട മരുന്നുകൾ ഇല്ല കേരളത്തിൽ എന്ന ഒരു ആക്ഷേപം ഒരു സമയത്തുണ്ടായിരുന്നു. അതായത് റെംഡെസിവിർ ഇല്ല, മാത്രമല്ല മോണോക്ലോണൽ ആൻറ്റിബോഡിയുടെ കാര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് റിബാവറിൻ ആദ്യം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങിയിരുന്നു, റെംഡെസിവിർ പുറത്തു നിന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റിടങ്ങളിൽ നിന്ന് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡി എത്തി ആദ്യ ഡോസ് കൊടുത്തു എന്നാണ്. പിന്നെ മറ്റൊരു വിമർശനം ഉണ്ടായതും മന്ത്രി അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഇതിലൊരു ഏകോപനം വേണ്ട രീതിയിൽ നടത്തിയില്ല എന്നാണ്. പിന്നെ ഈ രോഗം സ്ഥിരീകരിച്ച സമയത്ത് ജില്ലാ കളക്ടർ, മന്ത്രി പറയാത്തൊരു കാര്യം പിന്നീട് ജില്ലാ കളക്ടർ അത് സ്ഥിരീകരിക്കും, അങ്ങനെ ഉണ്ടായ ഒരു ആശയക്കുഴപ്പം. ഇങ്ങനെ ഈ നിപ്പ രോഗം കണ്ടെത്തുകയും ഗുരുതരമായ അവസ്ഥയിൽ രോഗി കിടക്കുകയും ചെയ്യുമ്പോൾ പുലർത്തേണ്ട ശ്രദ്ധയും അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഈ സർക്കാരിന് വേണ്ട രീതിയിൽ ഒരു ശുഷ്കാന്തി ഉണ്ടായില്ല എന്ന വിമർശനമാണ് ഉള്ളത്. ഡോക്ടർക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടോ, അതോ കാര്യങ്ങൾ ശരിയായ രീതിയിലാണോ പോകുന്നത് മുൻപത്തെ അനുഭവവുമായി താരതമ്യം ചെയ്യുമ്പോൾ? നമുക്ക് 2018 ആദ്യമായി നിപ്പ രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അന്ന് അറിയാം, നമ്മുടെ ആരോഗ്യ സംവിധാനത്തിനും കേരളത്തിനും ഒക്കെ അതൊരു വളരെ പുതിയ അനുഭവമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു രോഗത്തെ നമുക്ക് മുൻകൂട്ടി നേരിട്ടിട്ടുള്ള പരിചയം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് നമ്മൾ ഈ കോണ്ടാക്ട് ട്രേസിങ്ങും കണ്ടെയ്ൻമെൻറ്റ് സോണും അതേപോലെ ക്വാറന്റീൻ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ വീണ്ടും പല പ്രാവശ്യം, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, ഇത് 9ാമത്തെ പ്രാവശ്യമാണ് നമുക്കിവിടെ നിപ്പ വരുന്നത്. കോവിഡ് വന്നു. അപ്പം നമ്മുടെ ആരോഗ്യ സംവിധാനം കുറച്ചുകൂടെ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ പറ്റി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ഉണ്ടായി കഴിഞ്ഞു. ഇനി താങ്കൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ, ചികിത്സയുടെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ രോഗം നിർണയിച്ച ഉടനെ തന്നെ, സംശയിച്ച ഉടനെ തന്നെ നമുക്ക് ഈ റിബാവറിൻ എന്ന് പറഞ്ഞ മരുന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ റെംഡെസിവിർ, റിബാവറിൻ 2 ആൻറ്റിവൈറൽ മരുന്നുകളാണ് ഇതിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്. അതിനെ തന്നെ ചില ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഏത് മരുന്നുകൾ ഉപയോഗിക്കണം എന്നുള്ളത്. പ്രത്യേകിച്ച് തലച്ചോറിനെ ബാധിക്കുന്ന സമയത്ത് റെംഡെസിവിർ എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നുള്ളത് കോൺട്രവേഴ്സ്യലാണ്. അതേപോലെ തന്നെ ആൻറ്റിവൈറൽ മരുന്നുകളൊക്കെ തന്നെ ഈ രോഗത്തിൻ്റെ വളരെ തുടക്കത്തിലുള്ള അവസ്ഥയിലാണ് ഉപയോഗിക്കുക. നമ്മൾ വൈറീമിക് ഫേസ് എന്ന് പറയും. ഈ രോഗം നമ്മൾ നിർണ്ണയിക്കുന്നത് തന്നെ 30ാം തീയതി രോഗലക്ഷണം തുടങ്ങിയ രോഗിക്ക് ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയത്ത് ഈ ആൻറ്റിവൈറൽ മരുന്നിൻ്റെ ലഭ്യതയിലുള്ള എന്തെങ്കിലും വ്യത്യാസം ചികിത്സയിൽ ഒരു ബുദ്ധിമുട്ട് വരുത്തി എന്നുള്ളത് തോന്നുന്നില്ല. അതേപോലെ തന്നെയാണ് മോണോക്ലോണൽ ആൻറ്റിബോഡിയും. അതും രോഗത്തിൻ്റെ വളരെ തുടക്കത്തിലാണ് അതിന് വളരെ എഫക്റ്റീവ്നെസ് ഉള്ളത്. പക്ഷേ ഈ പ്രാവശ്യം അത് ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് കേരളത്തിൽ തന്നെ മരുന്ന് ലഭ്യമായിരുന്നു. അത് ഉടനടി തന്നെ ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി നമുക്ക് ചികിത്സയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി റെംഡെസിവിറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മളത് ഇന്ത്യയിൽ പല കമ്പനികൾ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇത്തരത്തിലുള്ള ഈ വൈറസ് രോഗങ്ങളൊക്കെ നമ്മൾ ഈ പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ എബോള വന്ന സമയത്ത് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലും ഈ മരുന്ന് ലഭ്യമാക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അതിനുശേഷം ഈ കോവിഡ് വീണ്ടും ഈ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ കോവിഡ് കേസുകൾ വീണ്ടും വന്നപ്പോഴും ഈ റെംഡെസിവിറിൻ്റെ ലഭ്യത നമ്മൾ ആ സമയത്തും നമ്മൾ അന്വേഷിച്ചതാണ്. ഇന്ത്യയിൽ ഒരു കമ്പനിയും ഇപ്പോൾ ഈ റെംഡെസിവിർ മാനുഫാക്ചർ ചെയ്യുന്നില്ല. അതേപോലെ മുമ്പേ ഉത്പാദിപ്പിച്ച മരുന്നുകളൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത ഒരു മരുന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റെംഡെസിവിർ. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ എബോളയൊക്കെ ഈ ഭീഷണി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അത് ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ തന്നെ ഒരു നേതൃത്വത്തിൽ ഈ മരുന്ന് നമ്മൾ മുമ്പേ ലഭ്യമാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു വീഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ലഭ്യമല്ലാത്ത ഒരു മരുന്നാണ്. അത് വന്നാലും നമ്മുടെ ട്രീറ്റ്മെൻറ്റിനകത്ത് വലിയ വ്യത്യാസം വരുന്നു തോന്നുന്നില്ല. മറ്റ് കാര്യങ്ങൾ ഞാൻ നേരത്തെ ഡോക്ടർ എസ് ലാൽ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്കും യോജിപ്പാണുള്ളത്. കാരണം ഒരൊറ്റ രോഗി വരികയും ആ രോഗിക്ക് വളരെ പരിമിതമായ സമ്പർക്ക പട്ടിക വരികയും ചെയ്യുന്ന സമയത്ത് ഇത് അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് രോഗിയുമായി വളരെ അടുത്ത് ഇടപഴകുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരിലേക്കോ മാത്രം ഈ പകരുന്ന ഒരു രോഗമാണ്. അതിന് ഒരു പ്രദേശം മുഴുവൻ അടച്ചുകൊണ്ട് ഒരു കണ്ടെയ്ൻമെൻറ്റ് സോൺ ആക്കുക എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ രീതിയല്ല. നമ്മുടെ കോവിഡിൻ്റെ കാലത്തൊക്കെ തന്നെ ഈ കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്നുള്ളത് ഒരു ഫലപ്രദമായ രീതിയല്ല. ഞാൻ മനസ്സിലാക്കുന്നത് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷൻ 5-ലുള്ള ഏതാണ്ട് 286 വീടുകളിൽ ഈ രോഗലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഒരു സർവേ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട് എന്നാണ്. തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം.
അല്ല, ഈ രോഗവുമായി ബന്ധപ്പെട്ട് സർവേ നടത്തുന്നതും കണ്ടെയ്ൻമെന്റ് സോണും രണ്ട് കാര്യങ്ങളാണ്. കണ്ടെയ്ൻമെന്റ് സോൺ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രോഗി ഒന്നാമത് ഇൻഡെക്സ് കേസ് അല്ലാതാവുകയും സെക്കൻഡറി കേസ് ആവുകയാണെങ്കിൽ ഈ രോഗിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ രോഗിയുമായി മുമ്പേ ഒരു ചെയിൻ രൂപപ്പെട്ടിട്ടുണ്ടാവും. കാരണം ആദ്യത്തെ ഒരു രോഗി ഇദ്ദേഹത്തിന് കൊടുത്ത പോലെ പലരിലേക്കും രോഗം പടർത്തിയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു വീണ്ടുമുള്ള ഒരു വ്യാപനം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടെയ്ൻമെന്റ് സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ച് രോഗലക്ഷണം തുടങ്ങിയ ശേഷം വീട്ടിൽ നിന്ന് വളരെ ലിമിറ്റഡായി മാത്രം ചില ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാത്രം പോയ ഒരാളുടെ രോഗം നിയന്ത്രിക്കാൻ വേണ്ടി, അതും ഈ വ്യാപന സാധ്യത വളരെ കുറവുള്ള ഒരു രോഗത്തിന് വേണ്ടി ആ ഏരിയ മുഴുവൻ അടച്ചിട്ടിട്ടുള്ള ഒരു കണ്ടെയ്ൻമെന്റ് സോൺ എന്നുള്ളത് അത് തികച്ചും അശാസ്ത്രീയമാണ്. അത് ഈ കാര്യത്തിൽ വേണമെന്നുള്ള യാതൊരു അഭിപ്രായവും എനിക്കില്ല. ഡോക്ടർ, അത് ശരിയാണ് ഡോക്ടർ. ഞാൻ പറയാൻ കാരണം രോഗവ്യാപന സാധ്യത സംശയിക്കപ്പെടുന്നത് കൊണ്ടാണല്ലോ കൂടുതൽ വീടുകളിൽ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത്. ആ സാഹചര്യത്തിലാണ് കണ്ടെയ്ൻമെന്റ് സോണിന്റെ പ്രസക്തി ഇല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ ശ്രമിച്ചത്. ഇല്ല, അതൊരിക്കലും ഇല്ല. കണ്ടെയ്ൻമെന്റ് സോണിന് ഈ ഒരു രോഗത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പരിമിതമായുള്ള കാര്യത്തിൽ അതിനകത്ത് യാതൊരു പ്രസക്തിയില്ല. ഏത് തരത്തിലുള്ള സർവേ ആണ് നടത്തിയതെന്ന് എനിക്കറിയില്ല. അത് ഈ രീതിയിലുള്ള ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ മുമ്പേ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ, ആ രീതിയിലൊക്കെ സർവേ നടത്തുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഈ രോഗസാധ്യത ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സമാനമായ രോഗലക്ഷണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില രീതികളാണ്. അതുകൊണ്ട് ആ ഏരിയ മുഴുവൻ ഈ അടച്ചിട്ടിട്ട് ആ ഭാഗത്തെ ജനങ്ങളെ മുഴുവൻ ഈ ഭയാശങ്കയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള രീതിയോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. അത് തികച്ചും അശാസ്ത്രീയമാണ്. അതിനെപ്പറ്റി എനിക്ക് ആവശ്യമുണ്ടെന്നുള്ളത് തോന്നുന്നില്ല. മറ്റൊന്ന്, ഇതേപോലെ നമുക്ക് ഇതിന്റെ ഏകോപനത്തിന്റെ കാര്യത്തിലാണ്. അത് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പകർച്ച, അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. പക്ഷെ ഒരു കാര്യത്തോടെ എനിക്കുള്ള ഒരു അഭിപ്രായം, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇതൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ ഡീൽ ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇതിനെപ്പറ്റിയൊക്കെ നമ്മളെപ്പോലെ പല ആൾക്കാരും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി വർഷങ്ങളോളം നമ്മൾ പഠിച്ചതും ഇത്തരത്തിലുള്ള പല രോഗങ്ങളും കണ്ടതും അതിനകത്തുള്ള അനുഭവങ്ങളും ഈ പഠിച്ചതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അഭിപ്രായം പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തന്നെ. അപ്പോൾ അത് ഏതെങ്കിലും ആരോഗ്യ മന്ത്രിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പൊളിറ്റീഷ്യനോ ഒക്കെ തന്നെ ഇത് വെറും ഒരു ഗൂഗിൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ സെക്രട്ടറി എഴുതി കൊടുക്കുന്നത് മാത്രം പറഞ്ഞിട്ടോ അവരാണ് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് നിയന്ത്രിക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നേരെ മറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട നമുക്കാണെങ്കിൽ DHS ഉണ്ട്, DME ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പം ഇതിൻ്റെ ഈ KCDC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ആരോഗ്യ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ വേറെ വിഭാഗങ്ങളുണ്ട്. ഇതിനകത്ത് പെട്ട ആൾക്കാർ ജനങ്ങളുമായി കറക്റ്റ് വ്യക്തമായ രീതിയിലുള്ള ഈ അഭിപ്രായം അല്ലെങ്കിൽ ഉപദേശം അവരാണ് കൊടുക്കുന്നത്. അല്ലാതെ അത് ആരോഗ്യമന്ത്രി വന്നിട്ട് ജനങ്ങളുടെ അടുത്ത് ഇതിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ചികിത്സ നടത്തേണ്ടത് എന്നുള്ള ഒരു ക്ലാസ് എടുക്കണം എന്നുള്ളതിനെ പറ്റി എനിക്ക് അഭിപ്രായമില്ല. കാരണം അതങ്ങനെയല്ല ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാർ, പ്രൊഫഷണൽസ് ആണ് കാര്യമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.